നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ സ്വപ്നം പലപ്പോഴും രക്ഷിതാക്കൾക്കോ അതല്ലെങ്കിൽ അധ്യാപകർക്കോ മറ്റ് ഉന്നത പദവികളിലിരിക്കുന്ന പല വ്യക്തിത്വങ്ങളായിട്ടുള്ള കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗാർഡിയനായിട്ടുള്ളവർക്കും പലപ്പോഴും മനസ്സിലാകുമായിരിക്കില്ല. അത്രത്തോളം പുതിയ പുതിയ സബ്ജക്ട്സിനെ കുറിച്ച് കുട്ടികൾ വളരെ ബോധ്യമുള്ളവരാണ്, അറിവുള്ളവരാണ്. പലപ്പോഴും കുട്ടികൾ കോളേജുകളിൽ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ അവർക്ക് ഫോറൻസിക്സ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഫാഷൻ സ്റ്റഡീസ് പഠിക്കാൻ ഏത് കോളേജിലാണ് ചേരേണ്ടത്, ഫാഷൻ ടെക്നോളജി പഠിക്കാൻ എവിടെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് പലപ്പോഴും 10th കഴിഞ്ഞ് 11th അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വളരെ ആധുനികമായ അതുപോലെ തന്നെ പുരാതനവുമായ പല കോഴ്സുകളെക്കുറിച്ചും പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ഞാൻ. അടുത്തത് ഫാഷൻ ഡിസൈൻ കോളേജസാണ്. നമുക്ക് നെഫ്റ്റ് ന്യൂഡൽഹിയിലുണ്ട്, നമ്മുടെ ചെന്നൈയിൽ തന്നെയുണ്ട്. അതുപോലെ നെഫ്റ്റ് കേരളത്തിൽ കണ്ണൂരിലും നെഫ്റ്റിൽ പഠിക്കാൻ ഫാഷൻ ഡിസൈൻ കോളേജസായിട്ട് ഫാഷൻ ഡിസൈനിങ്ങും ഫാഷൻ ടെക്നോളജിയും ഫാഷൻ സ്റ്റഡീസും അതിൽ തന്നെ പല 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 ഏരിയാസ് ഉണ്ട്. പല പല സ്പെഷ്യലൈസേഷൻ നമുക്ക് MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കാനുണ്ടെന്ന് പറയാറുള്ളത് പോലെ തന്നെ ഈ ഫാഷൻ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തുമുണ്ട്. കണ്ണൂർ ഉൾപ്പെടെ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് ഫോറൻസിക് സയൻസ്. കുട്ടികളുടെ ഇപ്പോൾ പല കുട്ടികളും അത് ബോയ്സെന്നോ ഗേൾസെന്നോ വ്യത്യാസമില്ലാതെ ഫോറൻസിക് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെ പഠിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് വളരെ പ്രശസ്തമായിട്ടുള്ള ന്യൂഡൽഹിയിൽ ലോക്നാരായൺ ജയപ്രകാശ് നാരായൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ് മുംബൈ ഉണ്ട്, ഹൈദരാബാദിൽ കോളേജുണ്ട്, മധ്യപ്രദേശിൽ പഠിക്കാൻ പറ്റും, ഉത്തർപ്രദേശിൽ പഠിക്കാൻ പറ്റും, ഗാന്ധിനഗർ പഠിക്കാൻ പറ്റും. ഫോറൻസിക് സയൻസിൽ കിട്ടാൻ കഴിയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് എഞ്ചിനീയറിംഗിൽ സിവിലാണോ, എഞ്ചിനീയറിംഗ് അതിനകത്ത് മെക്കാനിക്കലാണോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലാണോ, അല്ലെങ്കിൽ EEE ആണോ, അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയുള്ള ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കുന്നതിന് പുറമെ ചില കുട്ടികളെങ്കിലുമൊക്കെ ആർക്കിടെക്ചർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്കോപ്പുള്ളൊരു ഫീൽഡാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ NIT കാലിക്കറ്റിൽ, അതുപോലെ തന്നെ അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ തുടങ്ങിയുള്ള പ്രശസ്തമായിട്ടുള്ള ആർക്കിടെക്ചർ കോളേജ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ കോളേജസ് നിങ്ങൾ കാണാം. കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്ത്, അതുപോലെ തന്നെ TKM കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. അതുപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മുടെ CETയിൽ തന്നെ ആർക്കിടെക്ചർ സെപ്പറേറ്റ് ആയിട്ട് വിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ തുടങ്ങിയുള്ള ടോപ്പ് കോളേജസ്. പിന്നെ ഇതിന് പുറമെ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ കോളേജസ് അന്വേഷിക്കുന്നവർ, അഗ്രികൾച്ചർ കോഴ്സിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിലെ അഗ്രികൾച്ചർ കോളേജസ് അഗ്രികൾച്ചർ വിഷയമെടുത്ത് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ കുഫോസ് ഉണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരുണ്ട് തുടങ്ങിയുള്ള കോട്ടയത്ത് ഉൾപ്പെടെയുള്ള കോളേജുകളിലും കോഴ്സ് പഠിക്കാം. അതുപോലെ തന്നെ ടോപ്പ് ലോ കോളേജസ്, LLBക്ക് പഠിക്കണം, അത് കഴിഞ്ഞ് LLMലേക്ക് പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ജഡ്ജി പദത്തിൽ വരെ എത്തണം, നല്ല ക്രിമിനൽ ലോയർ ആവണം, അല്ലെങ്കിൽ നല്ല കുടുംബ കോടതി ജഡ്ജി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ പുതിയ കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് പഠിക്കാൻ ഏറ്റവും ടോപ്പ് ലോ കോളേജസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരുള്ള നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഹൈദരാബാദ്, അതുപോലെ ബാംഗ്ലൂർ, കാലിക്കറ്റ്, കൽക്കട്ട, എറണാകുളം, ട്രിവാൻഡ്രം തുടങ്ങിയുള്ള കോളേജുകൾക്ക് പുറമെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കോളേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് ലോ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരും എറണാകുളത്തും ട്രിവാൻഡ്രത്തുമുണ്ട്. ലോ അക്കാഡമി തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ടുള്ളത് പലർക്കും അറിയാം. തുടങ്ങിയുള്ള കോളേജുകൾ കേരളത്തിൽ തന്നെ ലോ പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മെഡിക്കൽ കോളേജുകളെ കുറിച്ചാണ്. പലപ്പോഴും മെഡിക്കൽ കോഴ്സുകൾക്ക് ചേരുമ്പോൾ ഇപ്പോഴും തന്നെ അടുത്ത സമയത്തായിട്ട് നമ്മുടെ കേരളത്തിൽ സാധാരണ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചില്ല, പുതിയ സീറ്റുകൾ അനുവദിച്ചില്ല എന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് എയിംസ് ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. എയിംസിന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട് നമ്മളെല്ലാവരും. അധികം വൈകാതെ എയിംസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, അതുപോലെ കർണാടകത്തിൽ, ഇങ്ങനെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രത്യേകത. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റൽസ് വളരെയധികം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളവും തമിഴ്നാടും. അതുകൊണ്ടൊക്കെ തന്നെ ആകണം എയിംസ് കേരളത്തിലേക്ക് വരാൻ ഇത്രയും വൈകുന്നത്. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന എയിംസ് എവിടെയൊക്കെയാണുള്ളതെന്നുള്ളതും അതുപോലെ ടോപ്പ് മെഡിക്കൽ കോളേജസ് എവിടെയൊക്കെയാണുള്ളതെന്നുള്ളതും
ഈ സ്ലൈഡ്സിലൂടെ നിങ്ങൾക്ക് നോക്കി പരിചയപ്പെടാവുന്നതാണ്. ടോപ്പ് മെഡിക്കൽ കോളേജ് കേരള എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്. കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും ആലപ്പുഴയും ഒക്കെയുള്ള മെഡിക്കൽ കോളേജുകളും വളരെ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. കൊല്ലം അടുത്ത സമയത്തായിട്ട് ESI ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായിട്ട് രൂപാന്തരപ്പെട്ടു. അതും ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ കുട്ടികൾക്ക് സീറ്റുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ പറ്റും. കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ SUT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല കോളേജുകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാർമസി കോഴ്സസിന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ ഫാർമസി കോഴ്സിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തൊട്ടാകെ മികച്ച കോളേജുകളുണ്ട്. പിന്നെ FAMD കോളേജസ് ഇൻ ഇന്ത്യ 6 years പഠിക്കണമെന്ന് മാത്രം. അതല്ലാതെ 3 year പോലുള്ള നഴ്സിംഗ് കോഴ്സ് പോലെ 3 year കൊണ്ട് പൂർത്തിയാവില്ല, 5 year കൊണ്ട് പൂർത്തിയാകില്ല. 6 years FAMD കോഴ്സ് പഠിക്കാൻ കഴിയുന്ന എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മരയമുറ്റം നെയ്യാറ്റിൻകരയിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു കോളേജുണ്ട്. അതിന് പുറമേ തന്നെ പത്തനംതിട്ടയിലും പെരിന്തൽമണ്ണയിലും തിരുവല്ലയിലും പരിയാരത്തും ചാലക്കുടിയിലും കൊച്ചിയിലെ അമൃത സ്കൂൾ ഓഫ് ഫാർമസി ഉൾപ്പെടെയുള്ളിടത്തും ഈ FAMD കോഴ്സ് പഠിക്കാൻ കഴിയും. വെറ്റിനറി കോളേജ് ഇൻ കേരള പലർക്കും അറിയുന്നത് പോലെ കേരള വെറ്റിനറി കോളേജ് തൃശ്ശൂരും വയനാടുമാണ് പ്രധാനപ്പെട്ടതായിട്ട് നടക്കുന്നത്. അടുത്തത് ഇനിയും എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചാണ്. ആ എഞ്ചിനീയറിംഗ് കോളേജസിൽ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണ്? നേരത്തെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. SRM ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വെല്ലൂരും ചെന്നൈയും അതുപോലെ തന്നെ IIT മദ്രാസും ഇവയെല്ലാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് കോളേജസാണ് എഞ്ചിനീയറിംഗ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ ടോപ്പ് കോളേജസ് ഇൻ കേരള പരിചയപ്പെടുത്തുന്നു. 10 കോളേജസ്, അതിനകത്ത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉൾപ്പെടുന്ന ഏറ്റവും ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതും അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ടോപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോളേജസ് AI ഈ അടുത്ത 4 വർഷത്തിനകത്താണ് AI കോളേജസ് എഞ്ചിനീയറിംഗ് കോഴ്സിന് ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ IIT ഹൈദരാബാദിലും അതുപോലെ തന്നെ ചണ്ഡീഗഡിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും SRM ചെന്നൈയിൽ ഉൾപ്പെടെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് VIT ഉൾപ്പെടെ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്ക് AI പഠിക്കാനുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് AI പഠിക്കാനുള്ള അവസരമുണ്ട്. ദെൻ ടോപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കാവുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമുണ്ട്, അതുപോലെ അമൃതയിലുണ്ട്, ടോക്കച്ചിലുണ്ട്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയുണ്ട്, രാജധാനി ട്രിവാൻഡ്രത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലും AI തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ മറ്റൊരു ലക്ഷ്യമാണ് നാനോ സയൻസ്, നാനോ ടെക്നോളജി, നാനോ ഫിസിക്സ്, നാനോ കോഴ്സസ് ആയിട്ടുള്ള കോളേജസ്. നാനോ ടെക്നോളജി കോഴ്സസ് നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിൽ, അതുപോലെ SRMൽ, വെല്ലൂർ VITയിൽ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട നാനോ ടെക്നോളജി കോഴ്സസ് പഠിക്കാൻ കഴിയുന്ന കോളേജസ് ഏതാണെന്ന് കൂടി നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.